sir. Okay. So the problem is square prism of base 30 mm and height 50 mm has a base edge on VP. അതായത് സ്ക്വയർ പ്രിസം ആണ്. അതിന്റെ സൈഡ് തന്നിട്ടുണ്ട് 30, ഹൈറ്റ് 50 ആണ്. ബേസ് എഡ്ജ് ഓൺ വി പിയിലാണ്. വി പിയില് അതിന്റെ ബേസ് എഡ്ജ് വി പിയിലാണ്. Axis inclined at 35 degree to VP and the resting base edge is inclined at 45 degree to HP. Draw the projections of the solid. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? നമ്മൾ ആദ്യം XY ലൈൻ വരയ്ക്കുക. എന്റെ കൂടെ വരച്ചോട്ടോ. ആദ്യം നമ്മൾ XY ലൈൻ വരച്ചിട്ട് എന്റെ കൂടെ വരച്ചോളൂ. ഡ്രോ XY ലൈൻ. ഓക്കെ. അപ്പൊ ഞാൻ XY ലൈൻ വരച്ചിട്ട് ഇനി നമുക്ക് കൺഫ്യൂഷൻ എന്താണ്? മുകളിലാണോ വരയ്ക്കേണ്ടത്, താഴെയാണോ? ഒരു കൺഫ്യൂഷനും വേണ്ട. ഞാൻ പറഞ്ഞ ടെക്നിക്ക് അങ്ങ് അപ്ലൈ ചെയ്തോ. ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വേണ്ട. നേരെ നോക്കുമ്പോൾ ഇത് എവിടെ റെസ്റ്റ് ചെയ്യുന്ന? വി പിയിലായതുകൊണ്ട് നേരെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? XY ലൈനിന്റെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നേരെ സ്ക്വയർ വരയ്ക്കാം മുകളിൽ. ഞാൻ പറഞ്ഞ ഈ ടെക്നിക്ക് പിടി കിട്ടിയോ? അതോ ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ HP ആയിരുന്നെങ്കിൽ ഈ സ്ക്വയർ നേരെ എവിടെ വരയ്ക്കണം? XY ലൈനിന്റെ താഴെ വരയ്ക്കണം കേട്ടോ. അടോണോ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് പിടി കിട്ടിയോ? ഓക്കെ. അപ്പൊ ആദ്യം നമ്മള് വി പിയിലാന്ന് മനസ്സിലായി. XY ലൈൻ വരച്ചിട്ട് സ്ക്വയർ. അപ്പൊ സ്ക്വയറിന്റെ സൈഡ് 30 ആണ്. 30/30. ഓക്കെ. ഇനി അതിന് പേര് കൊടുക്കുക, നെയിം ചെയ്യാം. സോ ദിസ് ഈസ് A dash. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് A dash ബ്രാക്കറ്റില് പുറകിലുള്ളതിന് ഞാൻ 1 എന്ന് കൊടുക്കുക. A dash ബ്രാക്കറ്റിൽ 1. അടുത്തതിന്റെ പേരെന്തപ്പോ എന്തായിരിക്കും? B dash, 2 dash. അടുത്തത് C dash, 3 dash. C dash, 3 dash. അടുത്തത് D dash, D dash ബ്രാക്കറ്റില് 4 dash. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. കാരണം ഇത് ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഡാർക്ക് ആയിട്ട് തന്നെ വരയ്ക്കും. ഇതിന്റെ ഡയഗണൽ വരയ്ക്കുക. ഇതെന്തിനാന്ന് പറയാമോ? അടോണോ ഇതെന്തിനാ വരയ്ക്കുന്നത്? ഡയഗണൽ താഴോട്ട് പ്രൊജക്ട് ചെയ്യും. അത് മാത്രമല്ല ഇതിന്റെ സെന്ററിലാണ് ഇതിന്റെ ആക്സിസ് ലൈൻ. അപ്പൊ ആക്സിസ് ലൈൻ മാർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് മാർക്ക് ചെയ്യുന്നത്. M dash, O dash. M dash, O dash. ഓക്കെ. സോ അതും കിട്ടി. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? ഇനി നമ്മൾ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാം. പ്രിസമാണ്. അപ്പൊ അതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? റെക്ടാംഗിൾ ആണ് കിട്ടുന്നത്. പിരമിഡ് ആണെങ്കിൽ എന്താ കിട്ടുന്നത്? ട്രയാംഗിൾ ആയിരിക്കും കിട്ടുന്നത്. സിലിണ്ടർ ആണെങ്കിൽ എന്തായിരിക്കും? അഗൈൻ റെക്ടാംഗിൾ. കോൺ ആണെങ്കിൽ എന്തായിരിക്കും? ട്രയാംഗിൾ ആയിരിക്കും. So draw a rectangle. Sorry. So what is the height? What is the height? Height is 50 millimeter. So 50 millimeter എന്ത് വരയ്ക്കുക? Draw a rectangle. ഓക്കെ. സോ ഈ നടുക്കൂടെ പോകുന്നതാണ് ആക്സിസ് ലൈൻ.
അപ്പൊ അത് എന്തായിട്ടാണ് വരയ്ക്കേണ്ടത്? ചെയിൻ ലൈൻ. ദിസ് ഈസ് ദി ആക്സിസ് ലൈൻ. ഇത് നമ്മൾ ചെയിൻ ലൈൻ ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിന് പേര് കൊടുക്കുക. ഇതിനെന്താണ് കൊടുക്കുന്നത്? ഇത് ഈ ഒരു എൻഡ് ഫേസിന്റെ പേര് എ ബി സി ഡി. അപ്പൊ ലെഫ്റ്റിലെ എൻഡിന്റെ പേര് എന്തൊക്കെയാ? ഡി കോമ എ. ഡിയും എയും ആണ് ലെഫ്റ്റിൽ വരുന്നത്. അപ്പൊ അത് പ്രൊജക്ട് ചെയ്യുന്ന നേരെ കൊടുക്കുക. കണ്ട, ലെഫ്റ്റിലത്തെ പോയിന്റ് ഡി ഡാഷും എ ഡാഷും ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഡി കോമ എ കൊടുത്തു. അടുത്തത് എന്താണ്? സിയും ബിയും ആണ്. അപ്പൊ അത് ഇവിടെ എന്ത് കൊടുക്കണം? സിയും ബിയും. ദിസ് ഈസ്, ഇടയ്ക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണേ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോണം. സി കോമ ബി. ഇനി മറ്റേ എൻഡിന്റെ പേരെന്താ? 1 2 3 4. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുക. 1 കോമ 4. 1 കോമ 4 ലെഫ്റ്റിൽ വരും. ഇനി അപ്പുറത്തെ സൈഡില് 2 കോമ 3. 2 കോമ 3. അപ്പുറത്തെ സൈഡിൽ നമ്മൾ കൊടുത്തു 2 കോമ 3. ഓക്കെ, ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? വി പിയുടെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രി ആയത് വി പിക്ക് ഇൻക്ലിനേഷൻ? 35 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഇതിനെ ടിൽറ്റ് ചെയ്യുക താഴെ. കണ്ടോ, ഇതിനെ നേരെ ടിൽറ്റ് ചെയ്യുക. എത്ര ഡിഗ്രിയിൽ? വി പിക്ക് 30 ഡിഗ്രി. വി പിക്ക് എത്ര ഡിഗ്രി? 30 അല്ല, സോറി, 35 ഡിഗ്രി. അപ്പം എച്ച് പിയുടെ ആംഗിൾ ആണെങ്കിൽ നമ്മൾ എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുന്നത്. വി പിയുടെ എപ്പോഴും താഴെ. അപ്പൊ താഴെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രി ടു വി പി. എന്താണ്? ആക്സിസ് ആണ്. ആക്സിസ് 35 ഡിഗ്രി ടു വി പി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഗറിനെ ടിൽറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഞാൻ ആദ്യം എക്സ് വൈ ലൈനിൽ നിന്ന് ഒരു ലൈൻ വരച്ചു. എത്ര ഡിഗ്രിയാണ്? 35 ഡിഗ്രിയിൽ. കണ്ടോ, ദിസ് ആംഗിൾ ഈസ് 35 ഡിഗ്രി. 35 ഡിഗ്രിയിൽ ഞാനൊരു ലൈൻ വരച്ചു. ഇനി അതിന്റെ ലെങ്ത് എത്ര ആയിരിക്കണം? അതിന്റെ ലെങ്ത് 50 ആയിരിക്കണം. ദിസ് ലെങ്ത് ഈസ് 50. അതായത് ഈ ഞാനിപ്പോ ഇതിനെ ടിൽറ്റ് ചെയ്തപ്പോ ഈ പോയിന്റ്, ദിസ് പോയിന്റ് ഈസ് 2 കോമ 3. നമ്മളിപ്പോ ഇവിടെ കൊടുത്ത അതേ നെയിം തന്നെ കൊടുക്കണം. 2 കോമ 3. ഇനി ഇതിന്റെ പേര് സി കോമ ബി. അപ്പൊ അത് ഇവിടെ കൊടുക്കുക. സി കോമ ബി. സി കോമ ബി. അതിനെ നമ്മൾ ഡാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. കണ്ടോ, ഈ സോറി, ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അത് മാത്രമല്ല, ഇതിന്റെ ഈ ലെങ്ത് എത്രയാണോ അതായിരിക്കണം. ഈ ലെങ്ത് എത്രയാ? സ്ക്വയറിന്റെ സൈഡ് എത്രയാ? സ്ക്വയറിന്റെ സൈഡ് 30. സോ ദിസ് സൈഡ് ഈസ് 30. ഓക്കെ, അതേപോലെ തന്നെ ഇവിടുന്ന് സി ബിയിൽ നിന്നും അതേപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, സോ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ആൻഡ് ഈ ലെങ്ത് എത്ര ആയിരിക്കണം? ദിസ് ലെങ്ത് ഈസ് 30. ദെൻ ഇതിനെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മുടെ സെന്റർ ആക്സിസ് ലൈൻ മാർക്ക് ചെയ്യുക. ആക്സിസ് ലൈൻ ഇവിടെ സെന്ററിൽ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 15. കണ്ടല്ലോ, 15. കണ്ടോ, 15 മാറിയിട്ട് എന്ത് വരയ്ക്കുക? ചെയിൻ ലൈൻ വരയ്ക്കുക. നെയിമിംഗ് എല്ലാം അതേപോലെ കൊടുക്കുക. 2ന്റെ 3യുടെ ഇപ്പുറത്തെ പോയിന്റ് എന്താ? 1 കോമ 4. So this is D comma A. D comma A. This is D comma A.
ഇനി നമ്മൾ ആംഗിള് ആക്സിസ് ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഇതാണ് 35. കണ്ടോ, നമ്മളിപ്പോ ഇതെടുത്താ വരച്ചത്. അപ്പൊ ഇത് എടുത്ത് വരയ്ക്കുമ്പോൾ ഈ ആക്സിസ് ലൈൻ്റെ ആംഗിളും സെയിം ആയിരിക്കും. കാരണം എന്താ? ബിക്കോസ് ദീസ് ടു ലൈൻസ് ആർ പാരലൽ. ഈ ആക്സിസ് ലൈനും ഇത് പാരലൽ ആയതുകൊണ്ട് ഈ ആംഗിൾ 35 ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കണ്ടോ, ഈ ആംഗിൾ 35 എടുത്താൽ നമ്മൾ വരച്ചത്. ഓട്ടോമാറ്റിക്കലി ഈ ആക്സിസ് ലൈൻ്റെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 35 ഡിഗ്രി ആയിരിക്കും. ഇത്രയും ക്ലിയർ ആണോ? ആണോ? ആണ് സർ. ഓക്കെ, ആദം ക്ലിയർ അല്ലേ ഇത്രയും? ഓക്കെ. ഇനി അപ്പൊ നമ്മൾ ഇതിനെ ടിൽറ്റ് ചെയ്തു. ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു വി പി. ഇത് ആക്സിസ്. അപ്പൊ ഇവിടെ സൈഡിലോട്ട് താഴോട്ട് എഴുതി വെച്ചു. ആക്സിസ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആക്സിസ് 35 ഡിഗ്രി ടു വി പി. ആക്സിസ് 35 ഡിഗ്രി ടു വി പി. ആക്സിസ് 35 ഡിഗ്രി ടു വി പി. ആൻഡ് വൺ എഡ്ജ് റെസ്റ്റിംഗ് ഓൺ വി പി. അതായത് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ഏത് എഡ്ജാണെന്നറിയോ? 2-3 എന്ന് പറയുന്ന എഡ്ജ്. കണ്ടോ, 2-3 എന്ന് പറയുന്ന എഡ്ജ് XY ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ 2-3 എന്ന് പറയുന്ന എഡ്ജ് XY ലൈനെ ടച്ച് ചെയ്തുകൊണ്ട് ഇതിന്റെ അർത്ഥം ഈ 2-3 എന്ന് പറയുന്ന എഡ്ജ് വി പിയിലാണ്. ഓക്കെ, അതുകൂടെ ഞാൻ താഴെ നോട്ട് ചെയ്യാം. നിങ്ങൾ പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എഡ്ജ് 2-3 ഈസ് ഇൻ വി പി. എഡ്ജ് 2-3 ഈസ് ഇൻ വി പി. 2-3 എന്ന് പറയുന്ന എഡ്ജ് വി പിയിലാണ്. അതാണല്ലോ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നമ്മളോട്. റെസ്റ്റിംഗ് ഓൺ, കണ്ടോ, ഹാസ് എ ബേസ് എഡ്ജ് ഓൺ വി പി. കണ്ടോ, ബേസ് എഡ്ജ് ഓൺ വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് ബേസ് എഡ്ജ് ആണ് വി പിയിൽ ഇരിക്കുന്നത്? 2-3 എന്ന് പറയുന്ന ബേസ് എഡ്ജ് ആണ് വി പിയിൽ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് വരച്ചോ മേളിലോട്ട്. സോ ഫ്രം 1-4 draw line, then from 2-3 draw line, from CB draw line, then from DA draw line. Then right ലോട്ട് വരയ്ക്കുക. ഇവിടുന്ന് ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ നിന്ന് റൈറ്റിലോട്ട് വരയ്ക്കാം. ഓക്കെ, ദെൻ പേര് കൊടുക്കുക. സോ ഇവിടുത്തെ 1-ഉം ഇവിടുത്തെ 1 ഡാഷൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് സേ 1 ഡാഷ് എന്ന് തന്നെ കൊടുക്കുക. ഞാനിപ്പം 1 ഡാഷ് എന്ന് തന്നെ കൊടുക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ 2-ഉം ഇവിടുന്ന് വരുന്ന 2 ഡാഷും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് എന്ത് കൊടുത്തു? 2 ഡാഷ്. ഇവിടുത്തെ 3-യും ഇവിടുത്തെ 3 ഡാഷൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 3 ഡാഷ്. ഇവിടുത്തെ 4-ഉം ഇവിടുത്തെ 4 ഡാഷൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് 4 ഡാഷ് എന്ന് കൊടുത്തു. 4 ഡാഷ്. ഇനി അതേപോലെ നെക്സ്റ്റ് പോയിന്റ് എ. സോ ദിസ് ഈസ് എ. അപ്പൊ ഇവിടുത്തെ എ ഡാഷ്. സോ ദിസ് ഈസ് എ ഡാഷ്. This is A dash. Then B dash. Then C dash. Then D dash. Dark here. Outer എല്ലാം dark here.
ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ആദം, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഈ വരച്ച വ്യൂ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഔട്ടർ ജോയിൻ ചെയ്തു. ഇനി അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് നോക്കണം. നോക്കുന്നത് ഈ പോയിന്റിൽ നിന്ന്, ഇവിടുന്നാണ് നോക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ നോക്കിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കണ്ടോ, ദിസ് ഈസ് ദി ഡയറക്ഷൻ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ആരോ വരയ്ക്കുകയാണ്. കണ്ടോ, അപ്പൊ ഈ ഡയറക്ഷനെ നോക്കുമ്പോൾ ഈ ഫേസിന്റെ പേരെന്തുവാ? ABCD, അത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ് ജോയിൻ ചെയ്യാം. അപ്പം A ഡാഷ് D ഡാഷ് എന്തായിട്ട് വരയ്ക്കണം? ഡാർക്ക് ആയിട്ട് വരയ്ക്കണം. കണ്ടോ, A ഡാഷ് D ഡാഷ് ഡാർക്ക് ആണ്. ഇനി അടുത്ത ഫേസിൽ ഇൻകംപ്ലീറ്റ് എഡ്ജ് ഏതാണ്? 2, 3 ആണ്. അപ്പൊ ഈ ഡയറക്ഷനിൽ, ഈ ആരോ ഡയറക്ഷനിൽ നോക്കുമ്പോൾ 2, 3 നമുക്ക് കാണാൻ പറ്റത്തില്ല, ബാക്ക് സൈഡിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. This is dotted line. Okay. ഇനി അതേപോലെ ആക്സിസ് ലൈൻ പ്രൊജക്ട് ചെയ്യാം. Then ഇത് ചെയിൻ ലൈൻ ആയിട്ട് വേണം വരയ്ക്കാൻ. ആക്സിസ് ലൈൻ. ഓക്കെ, അതിന് പേര് കൊടുക്കുക കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഇവിടെ ഞാൻ M ഡാഷ് O ഡാഷ് എന്നാണ് കൊടുത്തത്. അപ്പൊ ഇവിടെ പേര് കൊടുത്തില്ലായിരുന്നു. സോ ദിസ് ഈസ് M. ഓക്കെ, ആൻഡ് ദിസ് ഈസ് O. സിമിലർലി അതേ പേര് തന്നെ ഇവിടെ കൊടുക്കണം. ദിസ് ഈസ് M ആൻഡ് ദിസ് പോയിന്റ് ഈസ് O. ഓക്കെ, സോ ഇതിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ദിസ് ഈസ് M ഡാഷ്, ദിസ് പോയിന്റ് ഈസ് M ഡാഷ് ആൻഡ് ദിസ് പോയിന്റ് ഈസ് O ഡാഷ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആക്സിസ് ലൈൻ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്രയുണ്ട്? 40.958 ഉള്ളു. അപ്പൊ ഞാൻ രാവിലെ അപ്പാരന്റ് ലെങ്ത് എന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അപ്പാരന്റ് ലെങ്ത്. അപ്പൊ ഇതാണ് അപ്പാരന്റ് ലെങ്ത്. ശരിക്കും ആക്സിസിന്റെ ലെങ്ത് എത്രയുണ്ട്? ഇതാ കണ്ടോ, ആക്സിസിന്റെ ലെങ്ത് 50 ഉണ്ട്. കണ്ടോ, 50. പക്ഷെ ഇത് ഇൻക്ലൈൻഡ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ആക്സിസിന്റെ ലെങ്ത് എത്രയുണ്ട്? കണ്ടോ, 40.958 ആണ് ഇവിടെ അപ്പാരന്റ് ലെങ്ത്. പക്ഷെ ഇവിടെ അപ്പൊ ഇതിനെയാണ് അപ്പാരന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ട്രൂ ലെങ്തിനേക്കാളും കുറഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ അപ്പാരന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അത് വരുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അപ്പാരന്റ് ലെങ്ത് എന്തോന്ന് മനസ്സിലായല്ലോ? ട്രൂ ലെങ്തിനേക്കാളും, ആക്സിസിന്റെ ട്രൂ ലെങ്ത് 50 ആണ്. അതിനേക്കാളും കുറഞ്ഞ ലെങ്തിനെയാണ് എന്തെന്ന് പറയുന്നത്? അപ്പാരന്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആക്സിസിന്റെ ലെങ്ത് എത്ര ആയിട്ട് കുറഞ്ഞു? 40.958 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ദിസ് ഇസ് കോൾഡ് അപ്പാരന്റ് ലെങ്ത്. ആദം, ഇത് ക്ലിയർ ആയോ? അപ്പാരന്റ് ലെങ്ത് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ അപ്പാരന്റ് ലെങ്ത്. അഡോണ, അപ്പാരന്റ് ലെങ്ത് ക്ലിയർ ആയോ? അഡോണ? ഓക്കെ, then next is, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആൻഡ് ദ റെസ്റ്റ്. അടുത്ത സ്റ്റെപ്പ് റെസ്റ്റിംഗ് ബേസ് എഡ്ജ്. റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു HP. റെസ്റ്റിംഗ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്? 2, 3 എന്ന് പറയുന്ന എഡ്ജിലാണ്. ഏത് എഡ്ജിലാണ് VP റെസ്റ്റ് ചെയ്യുന്നത്? 2, 3 എന്ന് പറയുന്ന എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ 2, 3 എന്ന് പറയുന്ന റെസ്റ്റിംഗ് ബേസ് എഡ്ജ് HP-ക്ക് എത്ര ഡിഗ്രി ആകണം? 45 ഡിഗ്രി ആകണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്ക്, ആ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് HP-ക്ക് എത്ര ഡിഗ്രി ആണ്? ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് നോക്കിയേ. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. കണ്ടോ, റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് 90 ഡിഗ്രി ടു HP-ക്ക് 90 ഡിഗ്രിയിലായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ റെസ്റ്റിംഗ് ബേസ് എഡ്ജിനെ എത്ര ആക്കി മാറ്റണം? എത്ര ഡിഗ്രിയാണ് പറഞ്ഞേക്കുന്നത്? 45 ഡിഗ്രി ആക്കി മാറ്റണം. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ എഡ്ജിന്റെ ട്രൂ ലെങ്ത് എത്ര നോക്കണം. കണ്ടോ, ആ എഡ്ജിന്റെ ട്രൂ ലെങ്ത് എത്രയാ? 30 ആ. അപ്പൊ നമ്മൾ ആംഗിൾ എടുത്ത് വരയ്ക്കുമ്പോൾ എത്ര തന്നെയാ? 30 തന്നെയാ. കണ്ടോ, 30. അപ്പൊ ദാറ്റ് മീൻസ് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് തന്നെയാ. റെസ്റ്റിംഗ് ബേസ് എഡ്ജിന്റെ ട്രൂ ലെങ്ത് തന്നെയാ. അപ്പൊ ഈ തന്നേക്കുന്ന ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ഇൻക്ലിനേഷൻ ആണ്, യഥാർത്ഥത്തിലുള്ള ഇൻക്ലിനേഷൻ ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എഡ്ജിനെ എടുത്ത് 45 ഡിഗ്രിയിൽ വരയ്ക്കാം. ഓക്കെ, റെഡ്യൂസ്ഡ് ലെങ്ത് ആണെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കിക്കോണം, എപ്പോഴും ശ്രദ്ധിച്ചോണം, അപ്പാരന്റ് ലെങ്തും അപ്പാരന്റ് ഇൻക്ലിനേഷനും കൺസിഡർ ചെയ്തിട്ട് വരയ്ക്കാവുള്ളൂ. അപ്പൊ ഈ കേസിൽ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ വരയ്ക്കാൻ പോവാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഞാൻ ആദ്യം XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. എത്ര ഡിഗ്രിയിലാണ് വരയ്ക്കുന്നത്? 45. സോ 45 ഡിഗ്രിയിൽ ഞാനൊരു ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ ആദ്യം ഈ 1 ഡാഷ് 4 ഡാഷ് എന്ന് മാർക്ക് ചെയ്യും ആദ്യം.
സോ ഞാൻ ഇതിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് ഞാൻ എത്ര ആയിട്ട് കൊടുത്തു? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ 30. ദിസ് ഡിസ്റ്റൻസ് ഈസ് 30. ഓക്കെ, അപ്പൊ അതിന് പേര് കൊടുത്തു. ദിസ് നെയിം ഈസ് 4 and this name is 1 ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 4' ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഒരു ലൈൻ വരയ്ക്കും 4'. അപ്പൊ 4' വരയ്ക്കുന്ന ലൈനിന്റെ ആംഗിൾ ഇവിടെ നോക്കിയേ. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാ. കണ്ടോ? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പൊ ഇവിടെ വരയ്ക്കുമ്പോഴും ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ആയിരിക്കണം. എന്നിട്ട് അതില് 4' തൊട്ട് 3' വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. കണ്ടോ? ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയേ, 17.207. അപ്പൊ ഈ ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം? ദിസ് ഡിസ്റ്റൻസ് ഈസ് 17.207. ഓക്കെ, അതിനെന്ത് പേര് കൊടുക്കണം? നെയിം ഓഫ് ദിസ് പോയിന്റ് ആസ് 3'. Name of this point as 3'. Then next is 3' തൊട്ട് D' വരെ എത്ര ഡിസ്റ്റൻസ് എന്ന് മെഷർ ചെയ്യാം. സോ 3' തൊട്ട് D' വരെ 23.75. So mark a point here such that this distance is 23.75. And name that point as D'. Then next is D' C'. So D' C'. So this distance is എത്രയാണ്? ഇപ്പുറത്തെ ഡിസ്റ്റൻസ് എത്രയാ? 17.207. 17.207. അതിന് പേര് കൊടുക്കുക. വാട്ട് ഈസ് ദ നെയിം? നെയിം ഓഫ് ദാറ്റ് പോയിന്റ് ഈസ് C'. Name of this point is C'. Name of this point is C'. ഇത്രയും ക്ലിയർ ആണോ ആദം? ഇത്രയും ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ, അഡോണ? ഓക്കെ, അഡോണ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, സോ അടുത്ത ലൈനിൽ ഇതേപോലെ തന്നെ വരയ്ക്കുക. ലൈൻ വരച്ചു. ഇനി ദിസ് ഇൻക്ലിനേഷൻ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഇവിടെയും ഇത് തന്നെയാണ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എളുപ്പവഴിക്ക് എന്ത് ചെയ്താൽ മതി? എളുപ്പവഴിക്ക് ഈ പോയിന്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. കണ്ടോ? അപ്പൊ ഈ പോയിന്റിനെ നമ്മൾ ഇങ്ങോട്ട് ഞാനിപ്പോ തൽക്കാലം ഇങ്ങനെ വെറുതെ വരച്ചിട്ട് ഞാൻ അതിനെ പെർപെൻഡിക്കുലർ ആക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ നേരെ കറക്റ്റ് അങ്ങ് വരച്ചു. ഞാനിപ്പോ തൽക്കാലം ഒന്ന് കരിച്ചു വരച്ചിട്ട് ഓക്കെ. എന്നിട്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രി എടുത്താൽ മതി? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. കണ്ടോ? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. സിമിലർലി അടുത്തത് തന്നെ. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. Then this angle is 90 degree. Okay. Then ഇതിന് പേര് കൊടുക്കുക 1'. അടുത്ത പോയിന്റ് പേര് എന്താ? This is 2'. Then 2' കഴിഞ്ഞ പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? This is A'. Then this point is B'. ഓക്കെ, ദെൻ ഇതിനെ ഡാർക്ക് ചെയ്യുക.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ റെസ്റ്റിംഗ് എഡ്ജ് എന്ന് പറയുന്നത് ഏതാണ്? 2', 3' ആണ്. അതിന്റെ ആംഗിൾ ആണ് 45 ഡിഗ്രി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല, ഈ ആംഗിളാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ വരച്ചപ്പോ ഈ ആംഗിൾ എടുത്താ വരച്ചത്, കണ്ടോ? ഞാൻ വരച്ചപ്പോ ഈ ആംഗിൾ എടുത്താ വരച്ചത്. കാരണം എന്താ? ഈ ലൈനും പാരലൽ ആയതുകൊണ്ട് ഇത് 45 എടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇതും എത്ര ആയിരിക്കും? 45. ഇതും ഓട്ടോമാറ്റിക്കലി ഇതും 45 ആയിരിക്കും, ഇതും 45 ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ അത് മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ, ഡയമെൻഷൻ അത് മാത്രമേ മാർക്ക് ചെയ്യാവുള്ളൂ. അതും ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയല്ലോ അല്ലേ? 2', 3', 45 ഡിഗ്രി. ഓക്കെ, ഇനി ഒന്നുമില്ല. ഇനി ഇതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്തോ, നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. എല്ലാ പോയിന്റ്സിൽ നിന്നും B', A', C', B'. അപ്പൊ എല്ലാം പ്രൊജക്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് റൈറ്റിലോട്ട് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പേര് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് 1'. അപ്പൊ 1 എവിടെ വരുന്നത് നോക്കിയാൽ മതി. 1', 1ന്റെ ലൈൻ ഇവിടെ വരും. സോ ദിസ് പോയിന്റ് ഈസ് 1. So 1' ഇവിടെ വരും. 1', ഇവിടെ വരും. This point is 1. Okay, this point is 1. ഇനി അടുത്ത 2'. 2' എവിടെ വരും? 2' വരുന്നത് ദാ ഇവിടെ വരും. This is 2. Then 3 എവിടെ വരും? 3 ദാ ഇവിടെ വരും. Okay, then അടുത്ത 4 is here, ഇവിടെ വരും. This is 4. Okay, ഇനി അടുത്തത് A'. അപ്പൊ A' എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ദാ ഇവിടെ വരും. ഇവിടെ. This is A. Then B', this point is B. Then C', C. This point is C. And D. എന്ന് പറയുമ്പോൾ ദാ ഇവിടെ വരും. This point is D. Okay, so the next step is join all the outer points. That is the next step. That is 4, 3. Join 4, 3. First join 4, 3.
Then join 3, 2. Then next is 2B. 2B. Okay. Then next is BA. Next is BA. Then AD. Then next is D4. Okay. Adam, ഇത്രയും ക്ലിയർ ആണോ? ആദം ഔട്ടർ. ഓക്കെ. ഇനി നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴോട്ട്. ഈ ഫിഗറിനെ ഇവിടുന്ന് താഴോട്ട് നോക്കണം. ദിസ് ഈസ് ദ ഡയറക്ഷൻ. അപ്പൊ ഇവിടുന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് 1, 2, 3, 4 1, 2, 1, 4 കാണാമോ നോക്കണം. ഇതാ നോക്കി, 1, 2 കാണത്തില്ല, 1, 4 കാണത്തില്ല. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കണം. 1, 2, 1, 4. So 1, 2, 1, 4 ഡോട്ടഡ് ആയിട്ട് വരയ്ക്കും. ഓക്കെ. ഇനി അടുത്ത എ ബി സി ഡിയില് ഏതൊക്കെയാണ്? ബി സിയും സി ഡിയും. അപ്പൊ അത് ഈ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് ബി സി ആൻഡ് സി ഡി നമ്മൾ നോക്കുന്ന സൈഡിൽ തന്നെ കിടക്കുന്നത് കണ്ടോ. ദിസ് ഈസ് സി ഡി ആൻഡ് ദിസ് ഈസ് ബി സി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡാർക്ക് ആയിട്ട് വരയ്ക്കണം. ബി സി ആൻഡ് സി ഡി. ബി സി ആൻഡ് സി ഡി. ഓക്കെ. ഇനി അടുത്ത ലോങ്ങർ എഡ്ജസ്, നീളമുള്ള എഡ്ജസ്. നീളമുള്ള എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? A1 ഉണ്ട്. A1 നീളമുള്ള എഡ്ജസ് എന്ന് പറഞ്ഞാൽ A1 ഉണ്ട്, B2 ഉണ്ട്, C3 ഉണ്ട്, D4 ഉണ്ട്. അതില് A1ഉം C3ഉം ആണ് വരയ്ക്കാനുള്ളത്. അപ്പൊ A1 കാണാൻ പറ്റുമോ എന്ന് നോക്കുക. ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ A1 താഴെ കണ്ടോ, A'1'. സോ ഇറ്റ് ഈസ് ഇൻവിസിബിൾ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. A1 ഡോട്ടഡ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ. നെക്സ്റ്റ് ഈസ് C3. C3 എന്ന് പറയാതാ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ദിസ് പോയിന്റ് ഈസ് C, ദിസ് ഈസ് 3. സോ ദിസ് ലൈൻ ഈസ് C3. അപ്പൊ C3 കാണാൻ പറ്റും. C3 കാണാൻ പറ്റുന്നതുകൊണ്ട് എന്ത് ചെയ്യുക? അത് ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആനന്ദ ചോദിക്കുക. അല്ല സോറി, ആദം സംശയം ഉണ്ടോ ചോദിക്കും. അഭിഷേക് സംശയമുണ്ടോ? ആനന്ദ്, അഡോണ? ഇല്ല സാർ. ഞാൻ വീഡിയോ കണ്ടോ. ഓക്കെ. അഭിഷേക്? ഇല്ല, കുഴപ്പമില്ല സാർ, മനസ്സിലായി. ഓക്കെ. ആദമിന് ക്ലിയർ ആണോ? ആദം? രണ്ടാമത്തെ പാർട്ടിലാണെങ്കിൽ താഴെ തന്നെ നോക്കുന്നത്. ഏതാ? രണ്ടാമത്തെ ഫിഗേഴ്സ് വരയ്ക്കുമ്പോ താഴെ നിന്ന് നോക്കുകയും പിന്നെ മറ്റേത് വരയ്ക്കുമ്പോ മേളയിൽ നിന്ന്. അതായത് ഞാനിവിടെ ഒരു രണ്ടാമത്തെ കേസിലെ ഫിഗർ വരയ്ക്കുമ്പോ ആരോ കൊടുത്തേക്കുന്നുണ്ടോ? താഴെ കണ്ടോ, ആരോ കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടുന്ന് നോക്കുമ്പോ കാണാൻ പറ്റും. ഇവിടുന്ന് നോക്കുമ്പോ ഈ വരച്ച ഫിഗറിൽ ഏതൊക്കെ എഡ്ജാണോ കാണാൻ പറ്റുന്നത് അത് ഡാർക്ക് ചെയ്യുക, കാണാൻ പറ്റാത്ത ഡോട്ടഡ് ആക്കുക. പിന്നെ അവസാനത്തെ വരയ്ക്കുന്ന സമയത്ത് ഈ നമുക്ക് അവസാനം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതാണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പലത്തെ ഫിഗർ ഏതാ? ഇതാണ്. അപ്പൊ അതിന്റെ ഇവിടെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് കാണാൻ പറ്റുന്ന ഡാർക്ക് ചെയ്യുക, കാണാൻ പറ്റാത്തത് ഡോട്ടഡ് ആക്കുക. ഓക്കെ. അപ്പൊ ഇനി ഇതിനകത്ത് ഡയമെൻഷൻ ചെയ്യേണ്ട എന്തൊക്കെയാ നോക്കി. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് മാത്രം ഡയമെൻഷൻ ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ?
അതായത് നമ്മുടെ ഇതിന്റെ സ്ക്വയറിന്റെ സൈഡ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് സ്ക്വയറിന്റെ സൈഡ് 30. അപ്പൊ ദാ ഈ സൈഡ് 30 എന്ന് മാർക്ക് ചെയ്യണം. സ്ക്വയർ ആയതുകൊണ്ട് മറ്റേ സൈഡ് എത്ര എന്ന് മാർക്ക് ചെയ്യണം? 30 എന്ന് മാർക്ക് ചെയ്യണം. 30 അതായത് 30 എന്ന് മാർക്ക് ചെയ്യും. സോ 30/30. അപ്പൊ ഇത് കാണുമ്പോൾ ഒരാൾക്ക് അറിയാം സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. പിന്നെ അതിന്റെ ഹൈറ്റ് 50. പിന്നെ എന്താണ് ഇതിന്റെ ആക്സിസ് വി പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 35 ഡിഗ്രി. കണ്ടല്ലോ, ആക്സിസ് ഇൻക്ലൈൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് 35 ഡിഗ്രി ടു വി പി. പിന്നെ റെസ്റ്റിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നത് ഏത് എഡ്ജിലാണ് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്? 2-3 എന്ന് പറയുന്ന എഡ്ജിലാണ് വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ XY ലൈനിൽ ടച്ച് ചെയ്തിരിക്കുന്ന എഡ്ജ് ഏതാണ്? 2-3. സോ അങ്ങനെ വി പിയിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന എഡ്ജ് എച്ച് പിയുമായിട്ട് എത്ര ഡിഗ്രി മേക്ക് ചെയ്യണം? 45 ഡിഗ്രി. അതുകൊണ്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ക്ലിയർ? ഡയമെൻഷൻ ഇത്രയും ചെയ്യണം. ഇത് ഇത്രയും ക്ലിയർ അല്ലേ? സാർ തേർഡ് കേസിൽ 45 ഡിഗ്രി എടുക്കത്തില്ലേ? തേർഡ് കേസില് 45 ഡിഗ്രി എടുക്കത്തില്ല. ആ അതാണെങ്കിൽ 1' 4' XY ലൈനെ തന്നെ പ്ലേസ് ചെയ്താൽ കുഴപ്പമുണ്ടോ? XY ഏതാ? ഈ 1' എന്നുള്ള പോയിന്റ് XY ലൈനെ ടച്ച് ചെയ്താല് അതെ. അങ്ങനെ ചെയ്യരുത്. ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? ആ പോയിന്റ് എച്ച് പിയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ പോയിന്റ് ഇപ്പം 1' എന്നുള്ള പോയിന്റ് XY ലൈനെ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ആ പോയിന്റ് എച്ച് പിയിലാണെന്നാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം വരയ്ക്കാൻ. ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ക്ലിയർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഏത് പ്രോബ്ലമാ ഇപ്പം നമ്മൾ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻക്ലിനേഷന്റെ പ്രോബ്ലം ആണ്. വി പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പൊ അടുത്തത് ഞാൻ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ചെയ്യട്ടെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറ, ആ പ്രോബ്ലം ചെയ്യാം. സാർ അപ്പാരന്റ് വരുന്ന പ്രോബ്ലം ചെയ്യിക്കാം. ഓക്കെ, ശരി. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഓർമ്മയുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ബുക്കിൽ നോക്കട്ടെ, എടുക്കട്ടെ. ഓക്കെ. 12th ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, അപ്പൊ അടുത്ത പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്യാം. ഓക്കെ, അഭിഷേക് എത്ര മണിക്കാ ട്യൂഷൻ? ഇലക്ട്രിക്കൽ 3:30-ക്കാണോ അതോ 3 മണിക്കോ? സർ 3:30 അടുത്ത ക്ലാസ്. ഇലക്ട്രിക്കലിന്റെ 3:30-ക്കല്ലേ? 3:30. അപ്പൊ 3:30 വരെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോവാണെങ്കിൽ പിന്നെ വീഡിയോ കണ്ടോണം കേട്ടോ. ഓക്കെ. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ആനന്ദ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? കാണാം സാർ, കാണാം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. നിങ്ങൾ നമ്മൾ രാവിലെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നിങ്ങൾ 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 12. എ കോൺ ഓഫ് ബേസ് 50 mm ഡയമീറ്റർ ആൻഡ് ആക്സിസ് 70 mm റെസ്റ്റ് ഓൺ വി പി. അപ്പൊ ഇതും വി പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പൊ വി പിയിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടുന്നാ വരച്ചു തുടങ്ങേണ്ടത്? XY ലൈൻ വരച്ചിട്ട് മുകളിൽ നിന്ന് വേണം വരച്ചു തുടങ്ങാൻ. XY ലൈൻ വരച്ചിട്ട് എപ്പോഴും താഴേന്ന് വരച്ചു തുടങ്ങുന്ന എപ്പോഴാണ്? എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇത് ഞാനിപ്പം വി പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ ആദ്യം XY ലൈൻ വരച്ചു.
ഞാൻ XY ലൈൻ വരച്ചു. ഓക്കെ, സോ ഞാൻ XY ലൈൻ വരച്ചിട്ടേ എനിക്ക് സർക്കിൾ മോളിൽ നിന്ന് വരച്ചു തുടങ്ങാം, സർക്കിൾ താഴെ നിന്ന് വരച്ചു തുടങ്ങാം. ഞാൻ എവിടെ നിന്നാണ് വരച്ചു തുടങ്ങേണ്ടത്? അടോണ, ഈ ഐഡിയ പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? ഈ ഐഡിയ ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് വരച്ചു തുടങ്ങേണ്ടത്? താഴെ നിന്നാണോ മേളിൽ നിന്നാണോ? മോളിൽ നിന്ന്. ആനന്ദിന് പിടികിട്ടിയല്ലോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും എളുപ്പമുള്ള വഴിയിൽ ഞാൻ പറഞ്ഞു തന്നേക്കുക. അപ്പൊ ഇവിടെ ഞാൻ താഴത്തെ ഡിലീറ്റ് ചെയ്യാണ്, കണ്ടല്ലോ. അപ്പൊ മുകളിൽ നിന്നാണ് വരയ്ക്കുന്നത്, കാരണം എന്താണ്? VP യിലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, VP. ഓക്കെ, അപ്പൊ അതിന് ഡയമീറ്റർ കൊടുക്കുക. ഡയമീറ്റർ ഈസ് 50. ഓക്കെ, അപ്പൊ 50-ല് ഡയമീറ്റർ എന്റെ കൂടെ വരയ്ക്കുന്നെങ്കിൽ വരച്ചോ കേട്ടോ, നോ പ്രോബ്ലം. ഇല്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ട് വരച്ചാലും മതി. ഓക്കെ, സോ ഞാൻ 50 ഡയമീറ്ററുള്ള സർക്കിൾ വരച്ചു. ദെൻ ഇതിനെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എത്രയായിട്ടാ? 8ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 8ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 12ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഞാനിപ്പം 8ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇടയ്ക്ക് സംശയം വരുവാണെങ്കിൽ ചോദിച്ചോണേ. ഞാനിങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് പറഞ്ഞു പോകും. നിങ്ങൾക്ക് സംശയം വരുമ്പോൾ ഇടയ്ക്ക് ചോദിച്ചോണം. ഓക്കെ, സോ ഇത് വരച്ചു. ദെൻ അതിന് പേര് കൊടുക്കുക. ദിസ് ഈസ് A, ദിസ് ഈസ് A, ദിസ് പോയിന്റ് ഈസ് B. സർക്കിളിന് പേര് കൊടുക്കുകയാണ് AB, C, then D, then E, F, then G, then H, then M ബ്രാക്കറ്റില് O. M ബ്രാക്കറ്റില് O. Clear? Then extend the front view താഴോട്ട്. എത്ര? കോണിന്റെ ഹൈറ്റ് എത്രയാ? കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 70 ആണ്. കോണിന്റെ ഹൈറ്റ് 70. സോ 70-ല് താഴോട്ട് ഒരു ലൈൻ വരച്ചു. ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പേര് കൊടുക്കുക. ദിസ് പോയിന്റ് ഈസ് M, ദിസ് പോയിന്റ് ഈസ് M, സോറി, ABCD നല്ല ഇതിന് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ഫ്രണ്ട് വ്യൂ. അപ്പൊ എന്ത് കൊടുക്കണം? A' കേട്ടോ, തെറ്റിപ്പോയി ഞാൻ പറഞ്ഞത്. സോ ദിസ് ഈസ് A'. ഇത് ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ? A', B' ആണ് കേട്ടോ. ആനന്ദ്, മനസ്സിലായി സാർ. അപ്പൊ ഞാനിവിടെ ABC എന്നാ കൊടുത്തത്. അങ്ങനെ കൊടുക്കല്ലേ. ഫ്രണ്ട് വ്യൂ എപ്പോഴും ഡാഷ് ഇട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, സോ ദിസ് ഈസ് C'. ഓക്കെ, ഇനി നമ്മൾ താഴെ ഇവിടെ അപ്പെക്സിനും അതുപോലെ തന്നെ ദിസ് ഈസ് M', O'. ഓക്കെ, അപ്പൊ ഇവിടെ M എന്ന് കൊടുത്തു. ആൻഡ് ഈ പോയിന്റ് എന്ന് കൊടുക്കണം. ദിസ് പോയിന്റ് ഈസ് O. MO ഈസ് ദി ആക്സിസ് ലൈൻ. MO ഈസ് ദി ആക്സിസ് ലൈൻ. ദെൻ ബാക്കി എല്ലാ പോയിന്റ്സും പ്രൊജക്ട് ചെയ്യാം. സോ പ്രൊജക്ട് A' to here, A' to here. അപ്പൊ ഇതിന് പേര് കൊടുക്കുക. ദിസ് ഈസ് A.
This point is A. This is A. Then project H dash and B dash. Project H dash and B dash. So this is H comma B. H comma B. So next is അടുത്ത point ഏതാണ്? G dash comma C dash. അപ്പോൾ this is G comma C. This point is G comma C. G comma C. This point is G comma C. Then F dash comma D dash. F comma D. F comma D. Then next is E dash. So this is E. This point is E. ഓക്കെ, ഇത് പിന്നെ കോൺ ആയതുകൊണ്ട് എന്തായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പ്രിസം ആയതുകൊണ്ടാണ് റെക്ടാങ്കിൾ വന്നത്. അപ്പൊ ഇവിടെ കോൺ ആയതുകൊണ്ട് ഡ്രോ എ ട്രയാങ്കിൾ. Draw a triangle. Draw a triangle. Then join all other lines M and this H light lines ആയിട്ട് വരയ്ക്കാവുള്ളൂ. Then M and F. ഓക്കെ, ഇനി നടുക്കത്തെ ലൈൻ എങ്ങനെ വരയ്ക്കാവുള്ളൂ? ആക്സിസ് ലൈൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ചെയിൻ ലൈൻ ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇത്ര ക്ലിയർ ആണോ ആനന്ദ്? ഇത്ര ക്ലിയർ ആണോ? ക്ലിയർ ആ സർ. ഓക്കെ, അടോണ അഭിഷേക്. അഭിഷേക് ക്ലിയർ സർ. ആദം ക്ലിയർ. ഓക്കെ, then next is the ഇനി അടുത്ത എന്താണ്? നമ്മുടെ ആംഗിൾ, വി പിയുടെ ആംഗിൾ എത്ര ഡിഗ്രിയാണ് പറഞ്ഞേക്കുന്നത്? ശ്രദ്ധിക്കുക, ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു വി പി. അതായത് ആക്സിസിന്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയാം. ആക്സിസിന്റെ ലെങ്ത് 70 ആണ്. ആ 70 ആക്സിസ് വി പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആക്സിസിന്റെ ലെങ്ത് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. ആക്സിസിന്റെ ലെങ്ത് എത്രയാ? 70 ആണ്. കറക്റ്റ് ആണ്, കണ്ടല്ലോ. ആ 70 വി പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകും? ഞാൻ ഇതിനെ വരയ്ക്കാൻ പോവാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇതിനെ വരയ്ക്കുമ്പോൾ 45 ഡിഗ്രി വരയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ആംഗിൾ ഇതാണ്. അതായത് ഞാനിപ്പോ കാണിക്കുന്ന കാണുന്നുണ്ടോ? നമുക്ക് വേണ്ട ആംഗിൾ ഇതാണ്. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കണം. മനസ്സിലായി? ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കാൻ വേണം ഈ പോയിന്റ് എവിടെ ടച്ച് ചെയ്യണം? വി പിയിൽ ടച്ച് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോൺ റെസ്റ്റ് ഓൺ വി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. വി പിയിൽ റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോണിന്റെ ആ ഒരു പോയിന്റ് എവിടെ ടച്ച് ചെയ്യണം? വി പിയിൽ ടച്ച് ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലത്തില് സ്ക്വയർ പ്രിസത്തിന്റെ ഒരു ബേസ് എഡ്ജ് എവിടാന്നാ പറഞ്ഞേ? ഒരു 1 ബേസ് എഡ്ജ് ഈസ് ഇൻ വി പി. അതേപോലെ തന്നെ ഇവിടെ കോണ് എവിടാണ്? കോണിന്റെ ആ ഒരു പോയിന്റ് എവിടാണ്? ദാറ്റ് പോയിന്റ് ഈസ് ഇൻ വി പി. അപ്പൊ നമ്മൾ ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആർക്കെങ്കിലും പറയാമോ ഈ ആംഗിൾ എത്ര വരുമെന്ന്? അതായത് ഈ ആംഗിൾ എത്ര വരുമെന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ ആംഗിൾ എത്ര വരുമെന്ന് പറയാമോ?
ആനന്ദിന് പറയാമോ ഈ ആംഗിൾ എത്ര ആയിരിക്കും? സർ 45. 45 ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ 45 ആണ്. ഓക്കെ, നമുക്ക് വേണ്ട ആംഗിൾ ഇതാണ്, പക്ഷെ നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. സോ ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 45 ഡിഗ്രിയിൽ അവിടുന്ന് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോണം എങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ XY ലൈനിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു ആദ്യം. അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എന്നിട്ട് ഇവിടെ 45 ഡിഗ്രി മാർക്ക് ചെയ്തു. 45 ഡിഗ്രി. എന്നിട്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആയിരിക്കും. ഏത്? നമ്മുടെ ഈ കോണിന്റെ ഈ ഡിസ്റ്റൻസ് ഇത് എത്രയാണ്? ഇതെന്ന് പറയുന്നത് ഡയമീറ്റർ. ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ ഈസ് 50. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഡയമീറ്റർ 50 മാർക്ക് ചെയ്യുക. കണ്ടോ? ദിസ് ഡയമീറ്റർ ഈസ് 50. എന്നിട്ട് ഈ എൻഡിന് പേരെന്താണ്? ഇതിന് ഇ എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം? ഇതിന് ഇ എന്ന് പേര് കൊടുക്കുക. ദിസ് പോയിന്റ് ഈസ് ഇ. അതിന് ഇ എന്ന് പേര് കൊടുക്കുക. ഈ പോയിന്റ് ഇ എന്ന് കൊടുക്കും. ഇനി അപ്പുറത്തെ ഇതിന്റെ പേരെന്താ? അതിന്റെ പേര് എ എന്നാണ്. അപ്പൊ എ എന്നുള്ള പേര് ഇവിടെ കൊടുക്കുക. ദിസ് ഈസ് എ. ദിസ് പോയിന്റ് ഈസ് എ. ഓക്കെ, അപ്പൊ ഞാൻ ഇയും കൊടുത്തു, എയും കൊടുത്തു. ഇനി നോക്കിയേ, ഇനി ഇയുടെ അപ്പുറത്ത് എഫ് എന്നും ഡി എന്നും പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. കണ്ടോ? 7.322 എന്ന് കാണാം. 7.322. ആ ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് അടുത്ത പോയിന്റ് കിട്ടും. ദിസ് ഈസ് 7.322. 7.322. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് പേര് കൊടുക്കുക. അതിന്റെ പേരെന്താണ്? എഫ് കോമ ഡി എന്ന് പേര് കൊടുക്കുക. എഫ് കോമ ഡി. എഫ് കോമ ഡി. അതിന് പേര് കൊടുത്തു എഫ് കോമ ഡി. ഇനി അടുത്തത് എന്താണ്? ഇതിന്റെ ഏറ്റവും നടുക്കുള്ള പോയിന്റ്. അത് നമുക്കറിയാം. എത്രയാണ്? 50ന്റെ പകുതി എത്ര ആയിരിക്കും? 25. കണ്ടോ? ദിസ് ഡിസ്റ്റൻസ് ഈസ് 25. 25 ജിയും സിയും ഓയും മാർക്ക് ചെയ്യാം. 25 ഇപ്പൊ നേരെ ഇതിന്റെ പകുതിയില് 25 എന്ത് ചെയ്യണം? 25 ജിയും സിയും ഓയും മാർക്ക് ചെയ്യാം. ജി കോമ സി കോമ ഒ. ജി കോമ സി കോമ ഒ. ജി കോമ സി കോമ ഒ. ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്തത് ഇപ്പുറത്തെ പോയിന്റ്. ഇത് ഓട്ടോമാറ്റിക്കലി എത്ര തന്നെ ആയിരിക്കും? 7.322 തന്നെ ആയിരിക്കും. കണ്ടോ? ഇപ്പുറത്തെ എത്ര തന്നെ ആയിരിക്കും? 7.322. അത് മാർക്ക് ചെയ്യുക. എച്ചും ബിയും 7.322. ഓക്കെ, 7.322 എച്ച് കോമ ബി മാർക്ക് ചെയ്യാം. എച്ച് കോമ ബി മാർക്ക് ചെയ്യാം. എച്ച് കോമ ബി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സെന്ററിൽ നിന്ന് ഞാനൊരു ലൈൻ വരയ്ക്കാം. സെന്ററിൽ നിന്ന് ഞാനൊരു ലൈൻ വരച്ചു. എത്ര ഡിഗ്രിയിൽ വരയ്ക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രിയിൽ വേണം വരയ്ക്കാൻ. ഓക്കെ, 90 ഡിഗ്രിയിൽ വരച്ചിട്ട് അതിന്റെ ഹൈറ്റ് എത്ര കൊടുക്കണം? അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 70 ഹൈറ്റിൽ വേണം വരയ്ക്കാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഇതിന് പേര് കൊടുക്കുക. നെയിം ഓഫ് ദിസ് പോയിന്റ് ആസ് എം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആനന്ദ്, ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ സാർ. ഓക്കെ, ശരി. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ എമ്മും ഈ ഇയുടെ ജോയിൻ ചെയ്യുക. കണ്ടോ? എമ്മും ഇയുടെ ജോയിൻ ചെയ്യുക. ഡാർക്ക് ആയിട്ട് വേണം വരയ്ക്കാൻ. അതേപോലെ എമ്മും എയുടെ ജോയിൻ ചെയ്യാം. ഡാർക്ക് ആയിട്ട് വേണം വരയ്ക്കാൻ. ഇതിന്റെ ബേസ് ഡാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി എമ്മും എഫൂടെ ജോയിൻ ചെയ്യുക. ഇനി എമ്മും എച്ചൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, നടുക്കത്തെ ലൈൻ എന്തായിരിക്കും? ആക്സിസ് ലൈൻ ആണ്. അപ്പൊ അത് ചെയിൻ ലൈൻ ആയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ.
നടുക്കത്തെ ലൈൻ ആക്സിസ് ലൈൻ ആയതുകൊണ്ട് തന്നെ ചെയിൻ ലൈൻ ആയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. സോ ദിസ് ഇൻക്ലിനേഷൻ ഈസ് എത്രയാണെന്ന് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 45. ഓക്കെ, ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ജൂഡിത്ത്, സോറി അഡോണ, ഇത് കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ്. ആക്സിസ് ആണ് മേക്ക് ചെയ്യേണ്ട ആംഗിൾ 45 ഡിഗ്രി. പക്ഷെ നമ്മൾ ഈ ആംഗിൾ എത്രയാണ്? ഇവിടെ 45 ആയതുകൊണ്ടാണ് ഇത് 45 ആയത്. ഇപ്പൊ ഇവിടെ വേറൊരു ആംഗിൾ ആയിരുന്നെങ്കിൽ ഇവിടെ വേറൊരു ആംഗിളാണ് വന്നേനെ. അത് നമ്മൾ കണ്ടുപിടിക്കണം. 180 മൈനസ് ട്രയാംഗിളിന്റെ റിലേഷൻ വെച്ച് കണ്ടുപിടിക്കണം. 180 മൈനസ് 90 പ്ലസ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാല് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് വരയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. കണ്ടോ? അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? ഈ ആംഗിൾ 45 ഡിഗ്രിയാ. അപ്പം ഈ ആംഗിള് ഇത് റൈറ്റ് ആംഗിൾ, അപ്പൊ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാ. കണ്ടോ? ഇത് 45 ഡിഗ്രിയാ, ഇത് 90യാ. അപ്പൊ നമ്മൾ 180 മൈനസ് 90 പ്ലസ് 45. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു 50 ഡിഗ്രി ആണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ആംഗിൾ മാറും. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ആംഗിൾ മാറും. ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിനെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രൊജക്ട് ചെയ്യാം. പ്രൊജക്ട് ചെയ്തോ. ഇവിടുന്ന് ആദ്യം എന്ന് നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്തു. Then next is H, B. Next is G, C. Next is F, D. Then E. M. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഇതിനെ നമ്മൾ റൈറ്റിലോട്ട് പ്രൊജക്ട് ചെയ്യാം. G dash, H dash, F dash, then B dash, D dash. Okay, and finally C dash. ഓക്കെ, ഇതിന് പേര് കൊടുക്കുക. ഈ പോയിന്റ് എന്ത് വരും? ഇവിടെ എം ഡാഷ് വരും. ദിസ് പോയിന്റ് ഈസ് എം ഡാഷ്, ദിസ് പോയിന്റ് ഈസ് എം ഡാഷ്, ദിസ് പോയിന്റ് ഈസ് എം ഡാഷ്, ദെൻ ദിസ് ഈസ് എ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതിന് എ ഡാഷ് എന്ന് കൊടുക്കുക. ദിസ് പോയിന്റ് ഈസ് എ ഡാഷ്, ദിസ് ഈസ് എ ഡാഷ്. Then this B, this point is B dash, this point is B dash. Okay, then next is C. So this point is C dash, this point is C dash. Okay, then next is D. But D project ചെയ്യുമ്പോൾ ഇവിടെ വരും. So this is D dash, this is D dash, and this next is E. So this is E dash, this is E dash. Okay, the next is F.
F dash, next is G, G dash, okay, next is H, H dash, okay. അപ്പോൾ അത് ഇനി അടുത്ത O എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. സോ O ഇവിടെ വരും, നടുക്ക് വരും. O is O dash. This point is O dash. Okay. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഔട്ടർ പോയിന്റ്സ് ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ABCDEFGH എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സർക്കിൾ ആണ്. അപ്പൊ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ കർവായിട്ടാണ് വരയ്ക്കേണ്ടത്, കർവ്. അപ്പൊ നമ്മൾ ഒരു എലിപ്സ് പോലെ ഷേപ്പ് വരും. അതായത് ABCDEFGH എന്ന് പറയുന്ന ഒരു എലിപ്സ് പോലെ ഒരു ഷേപ്പ് വരും. ഓക്കെ, അപ്പൊ അതിൽ തന്നെ എന്നിട്ട് നമ്മൾ ഈ ഔട്ടർ M ഡാഷും ഇതും കൂടെ ജോയിൻ ചെയ്യണം. സോ ഔട്ടർ ജോയിൻ ചെയ്തു, കണ്ടോ? ഞാൻ ഔട്ടർ വരച്ചു. സിമിലർലി ഇപ്പുറത്തും അതേപോലെ തന്നെ ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ഔട്ടർ എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇതിന്റെ ഔട്ടർ എന്ന് പറയുമ്പം ഈ ഒരു ജി വരെയുള്ള ഔട്ടർ, ബാക്കി FE എന്നൊക്കെ പറയുന്നത് എന്താ, അത് ഔട്ടർ വരത്തില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കാവുള്ളൂ. സോ ഇതിന്റെ സെന്റർ ലൈൻ, ആക്സിസ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അത് ചെയിൻ ലൈൻ ആയിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇനി ബാക്കി ലൈൻസ് എല്ലാം അതേപോലെ വരയ്ക്കുക. M ഡാഷ്, H ഡാഷ്, M ഡാഷ്, B ഡാഷ്. ക്ലിയർ ആയോ? ആദം, ഉത്തരം ക്ലിയർ ആണോ? അടോണ ക്ലിയർ ആ സർ. ഓക്കെ, പിന്നെ ആനന്ദ് ക്ലിയർ ആ സർ. ഓക്കെ, അഭിഷേക് ഉണ്ടോ? അഭിഷേക് ക്ലിയർ സർ. ക്ലിയർ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പാരന്റ് വരുന്നത്, ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി ഒരു കണ്ടീഷനും കൂടെ. എന്താ അടുത്ത കണ്ടീഷൻ? ആക്സിസ്, ക്വസ്റ്റ്യൻ ശരിക്കും നോക്കിയോണേ. ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു VP. അതായത് നമ്മുടെ ആക്സിസിന്റെ ലെങ്ത് എത്രയായിരുന്നു? 70. കണ്ടോ, ഈ ലെങ്ത് എന്ന് പറയുന്നത്, ആക്സിസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ വരച്ചപ്പോൾ ഒരു ചെറിയ വ്യത്യാസം വന്നു. 69.926 എന്നാ വരുന്നത്. 69.9 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാ? 70 തന്നെയാ കേട്ടോ. 70 റൗണ്ട് ചെയ്യുമ്പോൾ 70. അപ്പം ആക്സിസിന്റെ ലെങ്ത് 70 ആണ്. അപ്പൊ ആ ആക്സിസ് VPക്ക് എത്ര ഡിഗ്രിയാ മേക്ക് ചെയ്യുന്നത്? VPയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിള് 45 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. 44.6. സോ 44.6 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാ? 45 തന്നെയാണ്. ഓക്കെ, സോ ഈ ആംഗിള് 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട്
ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്താണ്? ആക്സിസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു HP. അതായത് ആക്സിസിന്റെ ലെങ്ത് 70 ആണ്. ആ 70 mm ലെങ്ത് ഉള്ള ആക്സിസ് HP-ക്ക് 30 ഡിഗ്രി മേക്ക് ചെയ്യണം. HP-ക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിന് 30 ഡിഗ്രി മേക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആക്സിസിന്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്തേ. നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും വരച്ചിട്ടുണ്ടോ? ആനന്ദ് ആരെങ്കിലും വരച്ചിട്ടുണ്ടോ? ആനന്ദ്, ജൂഡി, സോറി, ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ M ഡാഷ് O ഡാഷിന്റെ ലെങ്ത് എത്ര പറഞ്ഞേ? ആനന്ദ് എത്ര ഉണ്ടോ നോക്കി. സർ 55 സെന്റിമീറ്റർ. 55? ഏത് M ഡാഷ് O ഡാഷ്? 5. ഓക്കെ, 50. വേറെ ആരെങ്കിലും വരച്ചിട്ടുണ്ടോ? ആദം വരച്ചോ? ആദം വരച്ചിട്ടുണ്ടോ? ഇല്ല. അടോണ വരച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഓക്കെ, ഇല്ല. ശരി. അപ്പൊ നമുക്ക് ഈ ലെങ്ത്, അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടോ 49.757. ഇതാണ് ലെങ്ത് 49.757. ഇത് ആക്സിസ് ആണ്. ഇത് M ഡാഷ് O ഡാഷ് എന്ന് പറയുന്ന ആക്സിസ് ആണ്. പക്ഷെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പാരന്റ് ലെങ്ത് ആണ്. അപ്പാരന്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രൂ ലെങ്തിനേക്കാളും കുറവാണ്. ട്രൂ ലെങ്ത് എത്ര ഇവിടെ? ട്രൂ ലെങ്ത് 70. കണ്ടോ? ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 ആണ്. ട്രൂ ലെങ്ത്, ആക്സിസിന്റെ ട്രൂ ലെങ്ത് 70 ആണ്. ആക്സിസിന്റെ അപ്പാരന്റ് ലെങ്ത് എത്ര? 49 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒബ്ജക്റ്റിനെ ടിൽറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ ഇവിടെ ഈ ഒബ്ജക്റ്റിനെ ആക്സിസിന്റെ 30 ഡിഗ്രി ടിൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആംഗിള് ട്രൂ ഇൻക്ലിനേഷൻ ആണ്. ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത്, ആക്സിസിന്റെ ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. പക്ഷെ നമ്മുടെ പടത്തിൽ നമ്മുടെ കയ്യിൽ ട്രൂ ലെങ്ത് ഇല്ല. നമ്മുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ അപ്പാരന്റ് ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പാരന്റ് ലെങ്ത്. ഓക്കെ, അപ്പാരന്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 49.757. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അപ്പാരന്റ് ലെങ്തിനുള്ള അപ്പാരന്റ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. അപ്പൊ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്തൊരു കാര്യത്തിന്റെ ചെറിയൊരു പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ലൈൻ വരയ്ക്കാം. ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം? ട്രൂ ലെങ്തില്, ട്രൂ ഇൻക്ലിനേഷനിൽ വരയ്ക്കണം. ആക്സിസിന്റെ ട്രൂ ലെങ്ത് എത്രയാ? ആക്സിസിന്റെ ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 ആണ്. അപ്പൊ 70 എടുക്കാം. ആക്സിസിന്റെ ട്രൂ ലെങ്ത് 70 എടുക്കും. എന്നിട്ട് അതിന്റെ ഇൻക്ലിനേഷൻ എത്ര കൊടുക്കണം? എത്ര ഡിഗ്രിയാണ് ഇൻക്ലൈൻ ടു HP? 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 30 ഡിഗ്രിയിൽ വേണം കൊടുക്കാൻ, 30 ഡിഗ്രിയിൽ. എന്നിട്ട് ഈ പോയിന്റിൽ കൂടെ ഒരു ലോക്കസ് ലൈൻ വരയ്ക്കും. ഈ പോയിന്റിൽ കൂടെ ഈ പോയിന്റിൽ കൂടെ എന്ത് വരയ്ക്കണം? ഒരു ലോക്കസ് ലൈൻ വരയ്ക്കണം. ഓക്കെ. എന്നിട്ട് നമ്മുടെ അപ്പാരന്റ് ലെങ്ത് എടുക്കണം. എത്ര അപ്പാരന്റ് ലെങ്ത്? 49.757 എടുക്കുക. 49.757 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലോക്കസ് ലൈനെ കട്ട് ചെയ്യണം. 49.757 എടുത്തിട്ട് എന്ത് വരയ്ക്കണം? നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ? ഓക്കെ. അങ്ങനെ ആർക്ക് വരച്ചിട്ട് അതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഈ പോയിന്റും ഇതുകൂടെ ജോയിൻ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. ഈ ലെങ്ത് ട്രൂ ഇൻക്ലിനേഷൻ ആണ്. ഈ ലെങ്ത് അപ്പാരന്റ് ലെങ്ത്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് ആംഗിൾ ഈസ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ. അതായത് ഈ ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ. അത് എത്ര ഡിഗ്രി കിട്ടും? 44.7 എന്ന് പറഞ്ഞു കിട്ടും. 44.7 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. അതാണ് നമ്മൾ രാവിലെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ആ ആംഗിൾ നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 45 ഡിഗ്രി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫ്രണ്ട് വ്യൂവിൽ വരുന്ന അപ്പാരന്റ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? അടോണ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? സാർ ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടെ പറയാം. ഓക്കെ. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ? ഈ ഫിഗറിനെ എടുത്ത് വരയ്ക്കാൻ പോയിട്ടുണ്ട്. ഈ ഫിഗറിനെ എടുത്ത് വരയ്ക്കുമ്പോൾ ആക്സിസിന്റെ ലെങ്ത് എത്ര ഇവിടെ? 49.757 ആണ്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ആക്സിസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP എന്നാണ്. ആക്സിസിന്റെ ലെങ്ത് എത്ര ഉണ്ട്? 70 mm ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മൾ ടിൽറ്റ് ചെയ്യാൻ പോകുന്ന പിക്ചറിൽ ആക്സിസിന്റെ ലെങ്ത് എത്രയേ ഉള്ളൂ? 49.757 ഉള്ളൂ. അപ്പൊ അതിന്റെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യില് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കുന്ന എന്താ? ട്രൂ ഇൻക്ലിനേഷൻ ആണ്, ആക്ച്വൽ ഇൻക്ലിനേഷൻ ആണ് തന്നേക്കുന്നത്. HP-യുമായിട്ടുള്ള ആക്സിസിന്റെ ആക്ച്വൽ ഇൻക്ലിനേഷൻ. ആക്സിസിന്റെ ലെങ്ത് എത്രയാ? 70 ആണ്. ആ 70 മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഇവർ തന്നേക്കുന്നത്. നമ്മുടെ കയ്യിൽ 70 ആണോ ഇരിക്കുന്നത്? അല്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ലെങ്ത് എത്രയാണ്? ആക്സിസിന്റെ ലെങ്ത് 49.757 ഉള്ളൂ.
അപ്പൊ അതിന്റെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? നമ്മൾ ആദ്യം നമ്മുടെ ആക്സിസിന്റെ ട്രൂ ലെങ്ത് എടുക്കണം. ഇതാ ഒന്നുകൂടെ പറയാം. ഇതാ നമ്മൾ ആക്സിസിന്റെ ട്രൂ ലെങ്ത് എടുത്തു. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത്. ഇതാ ഈ ലെങ്ത് ട്രൂ ലെങ്ത് എടുത്തു. എന്നാൽ ട്രൂ ലെങ്തിന്റെ ആംഗിൾ അവർ തന്നിട്ടുണ്ട്. എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി ടു HP ആണ്. അപ്പൊ ട്രൂ ലെങ്ത് 30 ഡിഗ്രി ടു HP വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്നിട്ട് ഞാൻ അതില് നമ്മുടെ അപ്പാരന്റ് ആക്സിസിന്റെ അപ്പാരന്റ് ലെങ്ത് മാർക്ക് ചെയ്തു. എത്രയാണ്? 49.757. അപ്പൊ ആ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണോ ഇതാണെന്ത് നമ്മുടെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ 44.7 ഡിഗ്രി. മനസ്സിലായോ? പറഞ്ഞേ ക്ലിയർ ആയോ? അടോണോ? ഓക്കെ, ആനന്ദിന് ക്ലിയർ ആയോ? ആനന്ദ് സാർ ഇത് ആ പേജിൽ തന്നെയാണോ അപ്പൊ വരയ്ക്കുന്നത്? ആ പേജിൽ അല്ലെങ്കിൽ അടുത്ത പേജിലോട്ട് വരച്ചു. നമുക്ക് ഈ ആംഗിൾ കിട്ടിയാൽ മാത്രം മതി. നമുക്ക് ഇത് കാണിക്കണമെന്ന് തന്നെ ഇല്ല. നമുക്ക് ആംഗിൾ അപ്പുറത്തെ പേജിൽ മാർക്ക് ചെയ്തിട്ട് ആംഗിൾ അവിടെ നിന്ന് എടുത്തിട്ട് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. സോ അപ്പൊ 44. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടുന്ന് ഈ എക്സ് അപ്പൊ ഇനി വരയ്ക്കുമ്പോൾ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ സോളിഡ് വിത്ത് ദ അപ്പെക്സ് എവേ ഫ്രം VP ആൻഡ് നിയറർ ടു HP. അതായത് അപ്പെക്സ് എന്ന് പറയുന്നത് എവേ ഫ്രം VP ആണ് ആൻഡ് നിയറർ ടു HP ആണ്. HP-ക്ക് അടുത്ത് വരണം. ഓക്കെ, അപ്പൊ അപ്പെക്സ് അടുത്ത് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ ഞാൻ ഒരു ലൈൻ വരച്ചു. XY ലൈനിൽ നിന്ന് ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44.7, അതായത് 45 ഡിഗ്രി. ഇപ്പൊ നമുക്ക് കിട്ടിയ അപ്പാരന്റ് ഇൻക്ലിനേഷൻ എത്രയാണ്? 44.7 ഡിഗ്രി. നമ്മൾ നോർമലി നമ്മൾ പെട്ടെന്നുള്ള ധൃതിക്ക് നമ്മൾ എന്ത് ചെയ്യും? 30 ഡിഗ്രി എടുത്ത് അങ്ങ് വരയ്ക്കും. HP-യുടെ ആംഗിൾ 30 ഡിഗ്രി എടുത്ത് വരയ്ക്കും. ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അപ്പാരന്റ് ഇൻക്ലിനേഷൻ ആണ്. എന്നിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്യും? അതിൽ ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ അപ്പെക്സ് പോയിന്റ് M dash. ദിസ് പോയിന്റ് ഈസ് M dash. ദിസ് പോയിന്റ് ഈസ് M dash. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ M dash O dash മാർക്ക് ചെയ്യുക. M dash O dash ലെങ്ത് എത്ര? 49.757. അപ്പൊ ഇവിടെ ഈ ലൈനിൽ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു. Such that ഈ ഡിസ്റ്റൻസ് എത്രയാണ്? This distance is 49.757. 49.757. Okay, this point is O dash. This is O dash. This point is O dash. Okay, ഇനി നോക്കിയേ, O dashന്റെ അപ്പുറത്ത് ആരുണ്ട്? A dash ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡിസ്റ്റൻസ് എത്ര നോക്കണം. അത് നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ്? This is 17.678. അത് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യാം. അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് എത്രയാണ്? സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 17.678. 17.678. അപ്പൊ അതിന് പേര് കൊടുക്കുക A dash. This point is A dash. ഓക്കെ, അപ്പൊ എനിക്ക് M ഡാഷും കിട്ടി, O ഡാഷും കിട്ടി, A ഡാഷും കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ ഐഡിയ എവിടെ കിട്ടി? ഇവിടെ നോക്കിയേ, M dash O dash എന്ന് പറഞ്ഞാൽ ആക്സിസിന്റെ അപ്പാരന്റ് ലെങ്ത് ആണ്. കണ്ടോ? 49.757 ആണ്. അപ്പൊ ഇത് അപ്പാരന്റ് ലെങ്ത് ആയതുകൊണ്ട് അതിന്റെ ആംഗിൾ അപ്പാരന്റ് ഇൻക്ലിനേഷൻ ആയിരിക്കണം. മനസ്സിലായോ? അടോണോ? ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? അപ്പൊ ഇത് 70 ആയിരുന്നെങ്കിൽ, ഈ ലെങ്ത് 70 ആയിരുന്നെങ്കിൽ ഈ ആംഗിൾ എത്ര എടുത്ത് വരയ്ക്കണം? നിങ്ങൾ 30 ഡിഗ്രി എടുത്ത് വരയ്ക്കണം. ആനന്ദ്, ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? മനസ്സിലായി സാർ. ഓക്കെ, അഭിഷേക് ഉണ്ടോ? ആദം ഉണ്ടോ? മനസ്സിലായി. മറ്റേ അപ്പാരന്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നതിന്റെ അകത്ത് 70 സെന്റിമീറ്ററിന്റെ വരച്ചത് 30 ഡിഗ്രി ആംഗിൾ വരച്ചു. അത് കണ്ട് എന്ത് വരുന്നത്? ആർക്ക് വരച്ചു? ഈ 70 എന്ന് പറയുന്ന ആക്സിസിന്റെ ട്രൂ ലെങ്ത്. ആ ട്രൂ ലെങ്ത് HP-ക്ക് മേക്ക് ചെയ്യുന്ന ട്രൂ ഇൻക്ലിനേഷൻ ആണ് 30 ഡിഗ്രി. എന്നിട്ട് നമ്മൾ ആക്സിസിന്റെ അപ്പാരന്റ് ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ആംഗിൾ ആണ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ. മനസ്സിലായോ? ആക്സിസിന്റെ ലെങ്ത് 49.7 എടുത്തിട്ട് എവിടെ കട്ട് ചെയ്യണ്ടേ? മേളി ആ ലൈന് കട്ട് ചെയ്യുക. അതായത് നമ്മൾ ആദ്യം ഒരു ബേസ് ലൈൻ വരച്ചു. ആ ബേസ് ലൈൻ വരച്ചിട്ട് നമ്മൾ ട്രൂ, ഞാനിപ്പോ ഇതിനൊരു പേര് കൊടുക്കാം. നമുക്കിപ്പം ഇതിന് ആക്സസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന് MO എന്ന് പേര് കൊടുക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഞാനിപ്പോ ഇതിന് ഞാനിപ്പോ ഒരു കാര്യം, ഞാനിപ്പോ M എന്ന് പേര് കൊടുത്തു. വെറുതെ തൽക്കാലം M എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കാം, മനസ്സിലാക്കാൻ വേണ്ടി. സോ ദിസ് ഈസ് M.
and this is O. അപ്പൊ ഈ എം ഒ എന്ന് പറയുന്നതാണ് എന്ത് ആക്സിസിന്റെ ട്രൂ ലെങ്ത് എം ഒ. പിടികിട്ടിയത് എം ഒ. എന്നിട്ട് അപ്പാരന്റ് ലെങ്ത് എടുത്ത് എമ്മിൽ വെച്ച് കട്ട് ചെയ്താൽ മതി. പിടികിട്ടിയോ? എമ്മിൽ വെച്ച് ആ 70 കട്ട് ചെയ്യണം അല്ലേ? 70 അല്ല, 70 ഒരു ലോക്കസ് ലൈൻ വരച്ചേക്കുന്നുണ്ടോ? 70 കൂടെ ആ ഓയിൽ കൂടെ ഒരു ലോക്കസ് ലൈൻ വരച്ചേക്കുന്നുണ്ടോ? ആ ഒ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഒരു ലോക്കസ് ലൈൻ വരച്ചേക്കുന്നുണ്ടോ? മനസ്സിലായി? ആ ലോക്കസ് ലൈനെ കട്ട് ചെയ്യണം. അപ്പൊ ആ ലോക്കസ് ലൈനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടും, ഈ അപ്പാരന്റ് ഇൻക്ലിനേഷൻ കിട്ടും. പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ വരച്ചപ്പോ കണ്ടോ ആക്സിസിന്റെ ലെങ്ത് എത്ര? 49.757 ആണ്. ആക്ച്വലി ആക്സിസിന്റെ ലെങ്ത് എത്ര ഉണ്ട്? 70 ഉണ്ട്. അപ്പൊ ഇവിടെ 70 ആയിരുന്നെങ്കിൽ ഈ ആംഗിൾ എത്ര എടുക്കണം? 30 ഡിഗ്രി എടുത്തേ വരയ്ക്കാവുള്ളൂ. വേറെ ഒന്നും ചെയ്യരുത്. വേറെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ ഒന്നും കണ്ടുപിടിക്കരുത്. അടോണ ഞാൻ പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി നമ്മൾ ബാക്കി പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. അപ്പൊ ബാക്കി പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ ഓടാഷിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. such that this inclination is 90 degree. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടും വരച്ചു. such that this inclination is 90 degree. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് രണ്ട് സൈഡിലോട്ടും പോയിന്റ്സ് മാർക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് എന്തുണ്ട്? സി ഡാഷ് എന്നൊരു പോയിന്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ജി ഡാഷ് എന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഓ ഡാഷ് തൊട്ട് ഈ സി ഡാഷ് വരെ എത്രയാണെന്ന് നോക്കി. ദിസ് ഡിസ്റ്റൻസ് ഈസ് 25. കണ്ടല്ലോ, 25. അപ്പൊ മേലോട്ട് എത്ര തന്നെ? 25 തന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഡിസ്റ്റൻസ് 25 മാർക്ക് ചെയ്യാം. ദിസ് ഡിസ്റ്റൻസ് ഈസ് 25. അതിന്റെ പേരെന്ത് കൊടുക്കണം? അതിന്റെ പേര് സി ഡാഷ് എന്ന് കൊടുക്കണം. ദിസ് പോയിന്റ് ഈസ് സി ഡാഷ്. സാർ ആ എം ഡാഷ് പോയിന്റ് മാർക്ക് ചെയ്ത് ഒന്നുകൂടെ പറയാമോ? ഏതാ എം ഡാഷോ? ആ പോയിന്റ് ഇപ്പൊ മാർക്ക് ചെയ്തു. ഏത് പോയിന്റ്? എം ഡാഷ് എന്നുള്ള പോയിന്റോ? എം ഡാഷോ? അതൊക്കെ അത് മാർക്ക് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എക്സ് വൈ ലൈനിൽ നിന്ന് നമ്മുടെ അപ്പാരന്റ് ഇൻക്ലിനേഷനിൽ ഒരു ലൈൻ ഒക്കെ വരച്ചു. ആ ലൈനില് അപ്പൊ നടുക്കത്തെ ലൈനിൽ 4 പോയിന്റ്സ്. ഏതൊക്കെ? എം ഡാഷ് ഉണ്ട്, ഓ ഡാഷ് ഉണ്ട്, എ ഡാഷ് ഉണ്ട്, ഇ ഡാഷ് ഉണ്ട്. കണ്ടോ? കണ്ടു സാർ. അപ്പൊ ആ പോയിന്റുകൾ ഓരോന്നായിട്ട് ആ ലൈനിൽ അങ്ങ് മാർക്ക് ചെയ്താൽ മതി. ആദ്യം ഞാൻ എം ഡാഷ് ഒരിടത്ത് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഡിസ്റ്റൻസുകൾ എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഇവിടെ ഇപ്പുറത്തും അതേപോലെ തന്നെ, ഈ ഡിസ്റ്റൻസും അതേപോലെ തന്നെ 25. ഈ ഡിസ്റ്റൻസ് 25 എടുക്കുക. 25 എടുത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിന്റെ പേരെന്താ? അതിന്റെ പേര് ജി ഡാഷ് എന്ന് കൊടുക്കും. ഇതിന്റെ പേര് ജി ഡാഷ്. ദിസ് നെയിം ഈസ് ജി ഡാഷ്. ദിസ് നെയിം ഈസ് ജി ഡാഷ്. ഓക്കെ. അപ്പൊ എനിക്ക് ജി ഡാഷ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഇതിന് താഴെ ഒരു ഇ ഡാഷ് എന്നൊരു പോയിന്റ്. അപ്പൊ അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ എനിക്ക് വരയ്ക്കാൻ എളുപ്പമോ? കാരണം എനിക്ക് എന്റെ സോഫ്റ്റ്വെയറിൽ എലിപ്സ് എന്നൊരു കമാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ ബാക്കി പോയിന്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം വരയ്ക്കാൻ, കേട്ടോ. ഞാനിപ്പം വരയ്ക്കുമ്പോ എനിക്ക് ഒരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്താൽ മതി. സോ ദിസ് പോയിന്റ് ഈസ്, ഞാനിപ്പോ ഈ ചെയ്ത പോലെ ഓരോ പോയിന്റ്സും ട്രാൻസ്ഫർ ചെയ്യണം, എന്നിട്ടേ വരയ്ക്കാവുള്ളൂ. ഇനി ഓ ഡാഷ് എ ഡാഷ് 17.678. അപ്പൊ ഓ ഡാഷ് ഇ ഡാഷ് എത്ര എന്നായിരിക്കും? 17.678 ആയിരിക്കും. 17.678 മാർക്ക് ചെയ്തു. അതിന് ഇ ഡാഷ് എന്ന് പേര് കൊടുത്തു. നെയിം ഓഫ് ദിസ് പോയിന്റ് ഈസ് ഇ ഡാഷ്. ഇനി എന്താ? എനിക്ക് എലിപ്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉള്ളതുകൊണ്ട് എനിക്ക് അത് എടുത്ത് വരയ്ക്കാം. നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയിന്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ട് കൈ കൊണ്ട് കർവ് വരയ്ക്കണം, കേട്ടോ. ആനന്ദ കേട്ടോ പറഞ്ഞത്? കേട്ടു സാർ, കേട്ടു. ഓക്കെ. അത് നിങ്ങൾ ഓരോ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ കർവ് പോലെ ഇങ്ങനെ വരച്ചെടുക്കണം. എനിക്ക് എലിപ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. ഓക്കെ. അപ്പൊ ഞാൻ എലിപ്സ് വരച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യാം? നേരത്തെ പോലെ തന്നെ ബാക്കി എം ഡാഷ് ചെയ്ത് ജോയിൻ ചെയ്യാം.
ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? നമ്മുടെ അഭിഷേക് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം നിയറർ ടു എച്ച് പി, അതായത് ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ സോളിഡ് വിത്ത് ദ അപ്പെക്സ് എവേ ഫ്രം വി പി ആൻഡ് നിയറർ ടു എച്ച് പി. അതായത് അപ്പെക്സ് എന്ന് പറയുന്ന പോയിന്റ് എച്ച് പിക്ക് അടുത്ത് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കി, അപ്പെക്സ് എന്ന് പറയുന്ന എക്സ് വൈ ലൈനിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാറിയിട്ടാ 17.148. അതേസമയം എച്ച് പി ബേസിലോട്ട് എത്ര ദൂരം ഉണ്ട്? കണ്ടോ? 52. മാർക്ക് ചെയ്തു. ഏതാ? ബി ഡാഷ് എച്ച് ഡാഷ്. അത് നിങ്ങൾ മാർക്ക് ചെയ്തോണം. ചെയ്യുമല്ലോ. ഞാൻ 4 പോയിന്റ് എടുത്തുള്ളൂ. മനസ്സിലായി? എനിക്ക് എളുപ്പവഴിക്ക് വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന നിയറർ ടു അപ്പെക്സ് നിയറർ ടു എച്ച് പി. അപ്പൊ നമ്മുടെ ഈ ഫിഗർ നോക്കിയേ, നമുക്കിവിടെ അപ്പെക്സും ഉണ്ട് ബേസും ഉണ്ട്. ഏതാണ് അടുത്ത് നിൽക്കുന്ന ആള്? അപ്പെക്സ് ആണ്. എത്ര ഡിസ്റ്റൻസ് ആണെന്ന് നോക്കി. ഞാൻ വരച്ചത് വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് 17 ആണ്. പക്ഷെ ബേസ് എത്ര ദൂരം മാറിയാ നിൽക്കുന്നത്? 52.147. എന്ന് പറഞ്ഞാൽ ഹിയർ ബേസ് ഈസ് ഫാർ അവേ ഫ്രം എച്ച് പി, ഹിയർ അപ്പെക്സ് ഈസ് നിയറർ ടു എച്ച് പി. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പെക്സ് ഈസ് നിയറർ ടു എച്ച് പി. അത് ക്ലിയർ ആയോ? അഡോണ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പെക്സ് നിയറർ ടു എച്ച് പി. ഓക്കെ. ഇനി നമ്മൾ താഴോട്ട് എന്ത് ചെയ്യാ? താഴോട്ട് പ്രൊജക്ട് ചെയ്യുക. ഞാനിപ്പോ ഇതിനെ പ്രൊജക്ട് ചെയ്യാണ്. ഞാൻ ആദ്യം സി ഡാഷിനെ പ്രൊജക്ട് ചെയ്തു. നിങ്ങൾ ബാക്കി പോയിന്റ് ചെയ്തോളാം. എനിക്ക് 4 പോയിന്റേ ഉള്ളൂ ഞാൻ സർക്കിളിൽ. ഇപ്പോ നമ്മൾ 8ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. നിങ്ങൾ ബാക്കി ചെയ്തോളാം. Then next is E dash. Then next is G dash. And finally M dash. ഓക്കെ. ഇനി ഇവിടുന്ന് റൈറ്റിലോട്ട് ഇവിടുന്ന് എ. അപ്പൊ നമ്മുടെ കയ്യിൽ ഞാനിപ്പോ എടുത്തേക്കുന്ന പോയിന്റ് ACEG ആണ്. ACEG. അപ്പൊ അത് മാത്രം ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ACEG. പിന്നെ M എന്നുള്ള പോയിന്റ്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ദിസ് പോയിന്റ് എം ഡാഷും എം കൂടെ വരുമ്പോൾ ദിസ് ഈസ് എം. ദിസ് പോയിന്റ് ഈസ് എം. ഓക്കെ. പിന്നെ അടുത്തത് എ ഡാഷും എയും. അപ്പൊ ഇവിടെ വരും എ ഡാഷും എയും. ഇതാ ഇവിടെ വരും. ദിസ് പോയിന്റ് ഈസ് എ. ദിസ് പോയിന്റ് ഈസ് എ. Then next is എ കഴിഞ്ഞാൽ പിന്നെ സി ആണ്. സോ സി എന്നുള്ള പോയിന്റ് ഇവിടെ വരും. ദിസ് പോയിന്റ് ഈസ് സി. ദിസ് പോയിന്റ് ഈസ് സി. Then next is E. E എന്നുള്ള പോയിന്റ്. ദിസ് പോയിന്റ് ഈസ് ഇ. ഇ ഇവിടെ വരും. XY ലൈനിൽ വരും. ദിസ് ഈസ് ഇ. ദിസ് പോയിന്റ് ഈസ് ഇ. And next is G. G എന്നുള്ള പോയിന്റ് ഇവിടെ വരും. G എന്നുള്ള പോയിന്റ് ഇവിടെ വരും. This is G. Okay, so this point is G. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. ഞാനിപ്പം ആർക്ക് വെച്ച് ജോയിൻ ചെയ്ത് നോക്കട്ടെ. എന്ന് സിയിലോട്ട്, സിന്ന് ഇയിലോട്ട്, ഓക്കെ. പോയിന്റ്സ് കൂടുതൽ ഇല്ലാത്തതിന് കുഴപ്പമായി. മനസ്സിലായില്ലേ? സോ
ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന്റെ ബാക്കി വരച്ചോളൂല്ലോ, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ആനന്ദ്? ഇല്ല സാർ, വരയ്ക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പ്രൊജക്ട് ചെയ്തിട്ട് ബാക്കി പോയിന്റ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് വരച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. എന്താണ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? അപ്പെക്സ് എവേ ഫ്രം വി പി എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പെക്സ് എവേ ഫ്രം വി പി. അപ്പൊ അത് ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഫൈനൽ ടോപ്പ് വ്യൂ വരച്ചപ്പോ ഇതാണ് അപ്പെക്സ്. കണ്ടോ, എം എന്ന് പറയുന്ന എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാ? ഇത് കണ്ടോ, 66.81. അടോണ ഇത് കാണുന്നുണ്ടോ? അടോണ 66.81. Okay, here apex is away from VP. Here top view apex away from VP ആണ്. അതേസമയം front view എന്താണ്? Apex is nearer to HP ആണ്. Apex is 17.15. Front view ഇവിടെ apex nearer to HP ആണ്. ഇവിടെ എന്താണ്? Apex away from VP ആണ്. കണ്ടോ, അതാണ് ഈ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ ശ്രദ്ധിച്ചോണം. Draw the projections of the solid with the apex away from VP and nearer to HP. Okay, അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ അല്ല, നമ്മൾ ആദ്യം ഫ്രണ്ട് വ്യൂ വരച്ചു. ബിക്കോസ് ഇത് വി പിയിൽ ഇരിക്കുന്നതുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരച്ചു. സർക്കിളിന്റെ ഡയമീറ്റർ 50. ദെൻ ടോപ്പ് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂ എത്രയാണ്? 70. പിന്നെ ആക്സിസ് ഇൻക്ലൈൻഡ് എത്ര ഡിഗ്രിയാണ്? വി പിയുടെ ആക്സിസ് 45 ഡിഗ്രിയാണ്. ഇപ്പം 44.6 എന്നാണ് കാണിക്കുന്നത്. ചെറിയ വേരിയേഷൻ ഉണ്ട്, നോ പ്രോബ്ലം. നിങ്ങൾ വരയ്ക്കുമ്പോൾ 45 ഡിഗ്രി ആയിരിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് ആക്സിസിന്റെ അപ്പാരന്റ് ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്തു. അപ്പൊ ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 ആണ്. ആക്സിസിന്റെ ലെങ്ത് 70 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അപ്പാരന്റ് ലെങ്തേ ഉള്ളൂ. അപ്പൊ ഇവിടെ അപ്പാരന്റ് ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അപ്പാരന്റ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം. യൂസിങ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ നമുക്ക് എത്ര കിട്ടി? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 49.76 ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് 49.76 ആണ്. അപ്പൊ ദിസ് ഈസ് ദി അപ്പാരന്റ് ലെങ്ത് ഓഫ് ആക്സിസ്. ആക്സിസിന്റെ ലെങ്ത് 70 ആണ്. പക്ഷെ ഇവിടെ എത്രയാണ്? അപ്പാരന്റ് ലെങ്ത് ഈസ് 49.76. അപ്പൊ ഇതിന്റെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ. എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്തു, താഴോട്ട് പ്രൊജക്ട് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ട് കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ സോളിഡ് വിത്ത് ദി അപ്പെക്സ് എവേ ഫ്രം വി പി ആൻഡ് നിയറർ ടു എച്ച് പി. അപ്പെക്സ് എന്ന് പറയുന്നത് എച്ച് പിക്ക് അടുത്തായിരിക്കും. നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ അപ്പെക്സ് കാണാം, അപ്പെക്സ് ആണ് അടുത്ത്. അതേസമയം ബേസ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 52.15. അപ്പൊ ഇതിൽ ഏതാണ് ദൂരം കൂടുതൽ? 52.15 ആണ് ദൂരം കൂടുതൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പെക്സ് ആണ് എച്ച് പിക്ക് അടുത്ത്. അപ്പെക്സ് ഈസ് നിയറർ ടു എച്ച് പി. പക്ഷെ ടോപ്പ് വ്യൂ വരുമ്പോഴത്തേക്ക് എന്താണ്? ടോപ്പ് വ്യൂ നമ്മൾ വരച്ച് പ്രൊജക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വരും. എന്താണ്? അപ്പെക്സ് ഈസ് ഫാർ അവേ ഫ്രം വി പി. അപ്പൊ ടോപ്പ് വ്യൂല് വരയ്ക്കുമ്പോൾ ബേസ് ആണ് അടുത്ത്, വി പിക്ക് അടുത്ത്. ടോപ്പ് വ്യൂല് ബേസ് ആണ് വി പിക്ക് അടുത്ത്. അപ്പെക്സ് എന്ന് പറയുന്നത് ഫാർ അവേ ഫ്രം വി പി ആണ്. ഇവിടെ നോക്കി, ഞാൻ വരച്ചത് വെച്ചിട്ട് 66.81 ആണ് ഫാർ അവേ ഫ്രം വി പി. ഫ്രണ്ട് വ്യൂല് 17.15 ആണ്. ദാറ്റ് ഈസ് നിയറർ ടു എച്ച് പി. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ അല്ലേ? അടോണോ? ആനന്ദ്? ഓക്കെ ഓക്കെ, അപ്പൊ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. സ്റ്റോപ്പ് ചെയ്തോ?
റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോ? അഡോണ കേൾക്കാമോ? അഡോണ? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോ ഇന്ന് നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ആനന്ദ് ഇത് വർക്ക് ചെയ്ത് നോക്കാമല്ലോ ഇന്ന്, അല്ലേ? ചെയ്യാം സാർ, ചെയ്യാം. ഓക്കെ, അഭിഷേക്? സർ ചെയ്യാം, ചെയ്തു നോക്കാം. ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വീഡിയോ കിട്ടുമ്പോഴത്തേക്ക് ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ സർ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിപിയുടെ പ്രോബ്ലം ആണ്, വിപിയിൽ ഇരിക്കുന്ന പ്രോബ്ലം ആണ്. അപ്പൊ ഇനി ഞാൻ ഒരു 2 പ്രോബ്ലം കൂടെ പറയാനുണ്ട്.